എന്നും 7 മണി എന്നാണ് അതിൻ്റെ ഇരുടാകുമ്പോഴത്തേക്കിന് ഫുള്ള് ആനയാണ്. ഫുള്ള് ആന എന്ന് പറഞ്ഞാൽ എന്താ പറയുക, അങ്ങനെയൊന്നല്ല, തുരുതുര. വാതിന്റെ ക്യാപ്പ് കൂടെ നോക്കുമ്പോഴാണ് സാന്തിനെ കാണുന്നത്. പിന്നെ ടോർച്ച് അടിച്ച് നോക്കുമ്പോൾ ഇതിലെ അങ്ങനെ കയറി. ചേട്ടാ, ഇങ്ങനെ ഈ ആന ഇപ്പം ഇങ്ങനെ ഈ നാട്ടിലേക്ക് ഇറങ്ങാനായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാരണം തോന്നുന്നുണ്ട്? കാരണം തോന്നുന്നത് അവർക്ക് തിന്നല്ല, ഭക്ഷണമല്ല, ഏത് അവിടെ ഒന്നുമില്ല. ഞങ്ങൾ അറിഞ്ഞിക്കണേ ഭാര്യയും കുട്ടിയും ഞങ്ങൾ അകത്ത് കയറിയിരുന്ന് ഞാൻ ഈ വാതിന്റെ ഉള്ളിൽ കൂടെ നോക്കുമ്പോൾ ബാക്ക് വശം ഇങ്ങോട്ടാക്കിയിട്ട് നിന്ന് തിന്നാണ്. പിന്നെ ഈ റിസോർട്ടുകളൊക്കെ ഇതിനൊരു കാരണമാകുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ടാവും അല്ലേ? ഈ രാത്രി റിസോർട്ടിലൊക്കെ വലിയ ഡിജെയും പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോഴേക്കാരും പ്രശ്നം ഉണ്ടാകുക. ഫോറസ്റ്റുകാരനെ ഞങ്ങൾ വിളിച്ചില്ല, വെറുതെ എന്തിനാ ശല്യപ്പെടുത്തുന്നു. അത് അതിന്റെ പാട്ടിൽ അങ്ങനെ പോവുകയാണെങ്കിൽ പിന്നെ അത് ഫോറസ്റ്റുകാരൊക്കെ വിളിച്ച് പടക്കമൊക്കെ പൊട്ടിക്കുമ്പോൾ തിരിഞ്ഞാകെ അലമ്പായി എല്ലാവരും പ്രശ്നങ്ങളും. ഇതിപ്പോ നമ്മൾ അറിഞ്ഞിട്ടില്ല ഇവിടെ വന്നത് 7 മണിക്ക് ഞങ്ങൾ പണിക്കൊക്കെ പോയി കഴിഞ്ഞിട്ട് അതിന്റെ ശേഷം വന്നിട്ട് അറിയണേ ഇതിന്റെ ഉള്ളിൽ ആന ഉണ്ട്. കൂട്ടമായിട്ട് ആക്രമിക്കാനുള്ള ഒരു ഇതിൽ വരാൻ നോക്കും. അപ്പോൾ കുറേ ആൾക്കാർ ഒന്നിച്ച് വരും, പിന്നെ അപ്പുറത്ത് കൂടെ ഇപ്പുറത്ത് കൂടെ ഒക്കെ വരും, ഇതിൽ കൂടെ കയറുമ്പോൾ ഇതിലേക്ക് വരും. അപ്പോൾ ഇത് ഒറ്റയ്ക്കാണല്ലോ നിൽക്കുക. അതെ. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ മേപ്പാടി മൂപ്പൈനാട് എന്ന് പറയുന്ന പ്രദേശത്താണ്. ഇവിടെ മാപ്പിളത്തോട്ടം എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് കഴിഞ്ഞ ദിവസം കാട്ടാന ഈ ഒരു പ്രദേശത്ത് ഒരു 3 കാട്ടാന നിലയുറപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മേപ്പാടി ടൗണിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ്. ടൗണിൽ നിന്നൊരു 500 മീറ്റർ മാറിയിട്ടുള്ള ഒരു പ്രദേശമാണ്. അതുപോലെ തന്നെ ഈ മേപ്പാടി പ്രദേശങ്ങളിലും പരിസര പ്രദേശങ്ങളിലൊക്കെ നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മൾ കാണുന്നുണ്ട്, നിരന്തരമായിട്ട് കാട്ടാനയുടെ ശല്യമുണ്ട്. പല പ്രദേശങ്ങളിലും കാട്ടാന നിരന്തരം ഇറങ്ങുന്നുണ്ട്. നമ്മൾ ഏറ്റവും ഒടുവിൽ നമ്മുടെ ചാനലിൽ കൂടെ നമ്മൾ കണ്ട എപ്പിസോഡുകളിലൊക്കെ നമ്മൾ കണ്ടതാണ് പുഴമൂല എന്ന് പറയുന്ന സ്ഥലത്ത്, അതുപോലെ തന്നെ മൂപ്പൈനാട്, അങ്ങനെ പല പ്രദേശത്തും കാട്ടാന ദിവസവും ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രദേശത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ ഒരു പ്രദേശത്തായിരുന്നു കാട്ടാന പകൽ മുഴുവൻ ഈ ഒരു പ്രദേശത്തായിരുന്നു തമ്പടിച്ചിരുന്നത്. പിന്നീട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെത്തി ആ ഒരു കാട്ടാനെ ഇവിടുന്ന് തുരത്തുകയും ചെയ്തു. ഏതായാലും നമ്മുടെ കയ്യിൽ അതിൻ്റെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഏതായാലും ഈ പ്രദേശത്തുള്ള ആളുകളെ ഒന്ന് നേരിട്ട് കാണുകയും കൂടെ ചെയ്യാം കേട്ടോ. പേരെങ്ങനെയായിരുന്നു? പേര് സൈഫുദ്ദീൻ. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ എത്ര മണിയായപ്പോഴായ സംഭവം? നിങ്ങൾ ഇന്നലല്ലേ ഇത് കഴിഞ്ഞ ആഴ്ച മേലത്തെ ആഴ്ച വന്ന, അതായത് അവിടുന്ന് ഇറങ്ങിയിട്ട് അതിലെങ്ങനെ വന്നതാണ്. അപ്പോൾ ഇന്നലെ ഇറങ്ങിയത് എവിടെയാണ്? ഇന്നലെ ഇറങ്ങിയത് ഇവിടെയാണ്, പിന്നെ 5 റോട്ടിലാണ്. 5 റോട്ടിലാണ്. അതെവിടെയായിട്ടാ? അത് ഇതിൽ നേരെ അങ്ങോട്ട് പോയേക്കാം. ഇതിൽ തന്നെ? ഇതിലല്ല, അപ്പുറത്ത് കൂടെ പോകണം. വഴിക്കൂടെ 5 റോഡ് അല്ലേ? 5 റോഡ് 2 ആഴ്ച മുന്നേ ഇവിടെ വന്നിരുന്നു. ആണല്ലേ? അപ്പോൾ ഇവിടെ ഇങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുന്നുണ്ടല്ലോ ഇപ്പോൾ? സ്ഥിരം ഓരോ അവിടെ ഇറങ്ങിയിട്ട് അവിടെ അപ്പുറത്ത് ഇറങ്ങി ഇവിടെ കുറേ സ്ഥിരമായിട്ടുണ്ട് ഇപ്പോൾ. ആണല്ലേ? ഇവിടെ ഇങ്ങനെ പണ്ട് മുതലേ ഇങ്ങനെ ഇറങ്ങുന്നതാണ്? പണ്ട് മുതൽ ഇറങ്ങിയിട്ടില്ല. ഇല്ല, പണ്ട് മുതൽ ഇറങ്ങിയാൽ നമ്മൾ ആ ഭാഗത്താണ്, ആ മല ഭാഗത്താണ്, അങ്ങ് സൈഡ്. ആ മലയിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ ചായക്കാട്ട് കൂടെ അങ്ങനെ വന്ന. ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ ഇറങ്ങിയത് 5 റോഡ്. അവിടെയും ജനവാസ മേഖല, അവിടെ പിന്നെ ആളുകളൊക്കെ ഉള്ള വണ്ടികളൊക്കെ പോകണം അങ്ങോട്ട്, ജനമേഖലയാണ്. രാത്രി ആയി കഴിഞ്ഞാൽ അറിയില്ല വണ്ടിയൊക്കെ വരുമ്പോൾ തന്നെ. അപ്പോൾ ഇന്നലെ എത്ര മണിയായപ്പോഴത്തേക്ക് ആനയെ ഓടിച്ച്? ഇന്നലെ അവിടുന്ന് രാവിലെ അവിടെ കണ്ടിട്ട് ആൾക്കാർ ഓടിച്ചെന്നാ പറഞ്ഞു. ആൾക്കാരല്ല, ഫോറസ്റ്റിലൊക്കെ വന്ന് ഓടിച്ചെന്ന് പടക്കം പൊട്ടിച്ചിട്ട്. ആണല്ലേ? അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഈ ആളുകൾ താമസിക്കുന്ന ഈ പ്രദേശത്ത് ഇങ്ങനെ വരുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. ഇതിപ്പോ നമ്മൾ അറിഞ്ഞിട്ടില്ല ഇവിടെ വന്നത് 7 മണിക്ക് ഞങ്ങൾ പണിക്കൊക്കെ പോയി കഴിഞ്ഞിട്ട് അതിന്റെ ശേഷം വന്നിട്ട് അറിയണേ ഇതിന്റെ ഉള്ളിൽ ആന ഉണ്ട്. അങ്ങനെയാണ്. അതായത് ഈ മേപ്പാടി പ്രദേശം പരിസര പ്രദേശങ്ങളൊക്കെ സ്ഥിരമായിട്ട് വരുന്നുണ്ടല്ലോ. പുഴമൂല നന്നായിട്ട് ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ 5 റോഡിലുള്ള, ഇപ്പൊ 5 റോഡിൽ നിന്ന് നേരെ മേലൊക്കെ ഓടിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഇറങ്ങണ പുത്തുമല ആ ഭാഗത്തൊക്കെ അങ്ങനെ പോകുന്നുണ്ട് ആന. കുറെ ആനകളുണ്ട് ഇവിടെ മൊത്തം. ഇതൊരു അന്ന് ഒരു 6 ഉണ്ടായിരുന്നു ഇവിടെ 6 അല്ലേ? 5 റോഡിൽ ഇറങ്ങിയ 3 അല്ലേ? 5 റോഡിലത്തെ ഇറങ്ങിയ ആന തന്നെയാണ് ഇതും. കൊമ്പനുണ്ടായില്ല, ഒക്കെ പിടിയാനുള്ളതാണ്. ആ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പ്രദേശത്തോടെ ഇതിലെയാണ് ഇറങ്ങി ഇങ്ങനെ പോയത്. ഒന്ന് കാണാൻ പറ്റുമോ? ആദ്യമായിട്ട് വരുന്നല്ലേ? ഓഹോ, അതെ. ഓർക്കാണ്ടൊക്കെ വന്ന് പെട്ടല്ലേ? എസ്റ്റേറ്റിലെ പണിക്കാരനെ കണ്ടേ? ഓഹോ,
അല്ല അതിൽ കയറി പോയതാ, ഇതിലെ കയറിപ്പോയല്ലേ? ഇതിലെങ്ങനെ ചവിട്ടി ഇതവിടെ പൊളിച്ചിട്ടുണ്ട്. ഇതിലാട്ടോ ആന കയറിപ്പോയത്. ഇതിലെങ്ങനെ ചവിട്ടിപ്പോയില്ലേ? അതെ അതെ. ആ പെണ്ടോണ്ട് കേട്ടോ. ഇതിൽ ഇങ്ങോട്ടും ഈ താഴേക്ക് വീടുണ്ടല്ലേ? ഓ, വീടുകളുള്ള സ്ഥലമാണ്. ആ, ഈ വീടുള്ള പ്രദേശം ആളുകൾ നടന്നു പോകുന്ന വഴിയാട്ടോ ഇത്. ഇവിടെ പൊളിച്ചല്ലേ? പൊളിച്ചിട്ട് ഇതിലാണ് കയറിയിട്ട് മൊത്തം ഒരു ദിവസം ഫുള്ള് ഇതിൽ തന്നെ. ഇതിൻ്റെ അകത്തായിരുന്നു അല്ലേ? ഓ, ഇത് ശരിക്കും കാടൊന്നുമല്ലല്ലോ ഇത്. ഇത് തോട്ടാണേ. തോട്ടാണല്ലേ? അതിൽ തോട്ടായോണ്ടാണ്. അതെ അതെ അതെ. ഇത് ഫുള്ള് ഇവിടെ ഫുള്ള് ഇരുന്നാണ്. അവിടെ ഇങ്ങനെ പോയിട്ട് അങ്ങനെ അവിടെ ഇരുന്നു. 6 ആനകളല്ലേ? ഫുള്ള് ഇതിൻ്റെ ഉള്ളിൽ ഇരുന്നത്. വൈകിട്ട് 6 മണിക്കാണ് ഇതിലങ്ങനെ കയറ്റി വിട്ടല്ലേ? ചായക്കടി കൗണ്ടറിൽ കൂടെ അങ്ങനെ കയറ്റി വിട്ടു. ഓ, ഇതെങ്ങനെയാട്ടോ പടക്കം പൊട്ടുന്നുണ്ടല്ലോ? ഉണ്ടാവൂലേ? ഞങ്ങളിവിടെ നിൽക്കുമ്പോൾ തന്നെ പടക്കം പൊട്ടുന്ന ഒച്ച കേൾക്കുന്നുണ്ട്. ഇങ്ങോട്ട് കിടക്കുമെന്ന് അറിയില്ല. അതും പേടിയാണ്. ഇനിയിപ്പോ രാത്രി വന്നതാണ് ഇവിടെ. ഇങ്ങോട്ട് വരുമോന്നല്ലേ? രണ്ടാമതും പറയാൻ പറ്റില്ല. ചക്കുള്ളതല്ലേ? ഓഹോ, ചക്കുള്ള ഏരിയ ആണ് ഇവിടെ ഈ തോട്ടത്തില്. ഓഹോ, സ്ഥിരം ആനയുള്ള സ്ഥലമായിട്ടോ. എന്താ ചെയ്യാ, ആളുകൾ വലിയ ബുദ്ധിമുട്ടി തന്നെയാണ്. ഫോറസ്റ്റ് ഏരിയ അവിടെ ഇവിടെ ഓടിച്ചു വിട്ടു എന്നൊക്കെ പറയും. ഓടിച്ചു വിടുന്നു. ഇതിലങ്ങനെ കയറി വൈകുന്നേരമാണ്. അങ്ങനെ അങ്ങ് പോയില്ലേ? ആ ചായച്ചെടി കൂടെ അങ്ങനെയാണ് കയറിപ്പോയി. അങ്ങനെ ആ വഴി കൂടെ അല്ലേ? ഇത് നമ്മൾ രാത്രിയൊക്കെ ആൾക്കാർ വരുമ്പോ അറിയില്ലല്ലോ. അതെ അതെ അതെ. ഇങ്ങനെ നിൽക്കുന്നുണ്ടെന്നല്ലേ? ഇപ്പൊ ഇറങ്ങിക്കണെന്ന് പറഞ്ഞിട്ട് വിളിച്ചാ നിങ്ങൾക്ക്? വിളിച്ചിട്ടില്ല, പക്ഷെ ഇപ്പൊ പൊട്ടുന്ന കേട്ടല്ലോ. ആ, പൊട്ടുണ്ട്. പടക്കം പൊട്ടുന്ന കേട്ടല്ലോ. സ്ഥിരമായിട്ട് പൊട്ടുണ്ട് രാത്രിയൊക്കെ. അതല്ലേ? അല്ല, പകലും പൊട്ടുന്നുണ്ടല്ലോ. പകലൊക്കെ പൊട്ടുണ്ട്. അതാണോ? ഇതാ പിന്നെ പൊട്ടിയില്ല. അവിടെ അത്ര ദൂരമൊന്നും ഇല്ലല്ലേ? ഇതിപ്പോ കംപ്ലീറ്റ് റിസോർട്ടും കാര്യങ്ങളൊക്കെ അല്ല. ആ കുന്നതാകണി അതാണ്ടോ? അല്ല, ഒരു മിനിറ്റ് ചേട്ടാ. ഇങ്ങനെ ഈ ആന ഇപ്പം ഇങ്ങനെ ഈ നാട്ടിലേക്ക് ഇറങ്ങാനായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാരണം തോന്നുന്നുണ്ടോ? കാരണം തോന്നുന്നത് അവർക്ക് തിന്നല്ല, ഭക്ഷണമല്ല. ഏത് അവിടെ ഒന്നുമില്ല. അപ്പൊ അവര് ഇങ്ങനെ ഇറങ്ങി വരികയല്ലേ. പിന്നെ ഈ റിസോർട്ടുകളൊക്കെ ഇതിനൊരു കാരണമാകുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ടാവും അല്ലേ? രാത്രിയൊക്കെ വലിയ ഭയങ്കര നമുക്ക് രാത്രിയൊക്കെ ഇനിയിപ്പോ ഈ റോട്ടിലൊക്കെ നമുക്ക് വരുമ്പോ പേടി തന്നെയാണ്. എന്താ വെച്ചാല് അതിലിങ്ങോട്ട് വരുന്ന ഇതിലിറങ്ങി പോയതാണ്ടോ? ആ വഴി പോയല്ലേ? അതിലങ്ങനെ കയറി പോയി. അതിലങ്ങനെ പോയല്ലേ? അതിലങ്ങനെ കയറി പോയതാ. ഈ രാത്രി റിസോർട്ടിലൊക്കെ വലിയ ഡിജെയും പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോഴേക്കാരും പ്രശ്നം ഉണ്ടാകുക. അതല്ലേ? പിന്നെ ജനങ്ങളൊക്കെ ഒതുങ്ങി കഴിഞ്ഞാൽ പിന്നെ അവര് ഇറങ്ങി വരിക. അവരിങ്ങ് പോരുകയാണല്ലോ അല്ലേ? അപ്പോൾ ചേട്ടൻ പറഞ്ഞൊരു വാലിഡ് ആയിട്ടുള്ളൊരു പോയിന്റ് തന്നെയാണ് കേട്ടോ. അതായത് കാട്ടുമൃഗങ്ങൾ നാട്ടിലേക്ക് വല്ലാതെ ഇറങ്ങാനായിട്ടുള്ളതിൻ്റെ നല്ലൊരു പങ്ക്. അതെ അതെ, റിസോർട്ടുകൾക്ക് നല്ലൊരു പങ്കുണ്ട്. അത് വളരെ നഗ്നമായൊരു സത്യം തന്നെയാണത്. പക്ഷെ ആരും പുറത്തേക്ക് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മളേതായാലും ഇന്നലെ ആന വന്ന ആ ഒരു പ്രദേശത്താണുള്ളത്. നമുക്ക് ഏതായാലും ഇന്നലെ ഇവിടെ എന്തൊക്കെയാണ് സംഭവിച്ചത്? ഇന്നലെ ഒരു പകൽ മുഴുവൻ ആന ഈ ഒരു പ്രദേശത്തുണ്ടായിരുന്നു. അതിനുശേഷം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ആനയെ കയറ്റി വിടുകയായിരുന്നു. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ഇന്ന് തൊട്ട് മുന്നേ കണ്ടത്. ഏതായാലും ആ ഒരു പ്രദേശത്താണ് ഞാനിപ്പോൾ ഉള്ളത്. നമുക്ക് എന്തായാലും എന്താണ് ഇന്നലെ അവിടെ സംഭവിച്ചതെന്നുള്ളത് ഈ പ്രദേശത്തുള്ള ആളുകളോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ. ഇതൊക്കെ പാടി പ്രദേശങ്ങളാണ്. അതായത് പാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ്റ്റേറ്റ് തൊഴിലാളികളൊക്കെ താമസിക്കുന്ന ഒരു പ്രദേശം. ഇതേപോലെയുള്ള വീടുകളിലാണ് അവരൊക്കെ താമസിക്കുന്നത്. ഈ ഒരു പ്രദേശത്ത് ഇവർ താമസിക്കുന്ന വീടുകളുടെയൊക്കെ തൊട്ട് മുമ്പിലായിട്ടാണ് കഴിഞ്ഞ ദിവസം ആന വന്നത്. ഏതായാലും ഈ ഒരു പാടിയുടെ ഈ ഒരു പ്രദേശത്താണ് സംഭവം നടന്നിരിക്കുന്നത്. കൂടുതലായിട്ട് സംഭവിച്ചിരിക്കുന്നത് ഈ ഒരു മരമൊക്കെ ആന ഒടിച്ചാന്ന് കേട്ടോ പറഞ്ഞു. ഇതിൻ്റെ കമ്പൊക്കെ ചക്ക പറിക്കാനായിട്ടുള്ള ശ്രമത്തിനിടയ്ക്ക് സംഭവിച്ചാണ്. ഈ ഒരു പ്ലാവിൻ്റെ കമ്പൊക്കെ ഒടിച്ചിട്ട് താഴെ കിടക്കുന്നതൊക്കെ കാണാം. ഇവിടെയൊക്കെ ചവിട്ടുപാടുകൾ കാണാം കേട്ടോ. വലിയ ചവിട്ടുപാടുകൾ കണ്ടോ. ഇതൊക്കെ ആന ചവിട്ടി ഇറങ്ങി വന്ന വഴിയാണ്. ഇവിടെ തൊട്ടടുത്തൊരു തോടൊക്കെ ഉണ്ട്. അതുകൊണ്ട് ആനയ്ക്ക് എല്ലാവിധ സൗകര്യങ്ങളും കാര്യങ്ങളുണ്ട്. ഇതിലെ മുകളിലൊക്കെ തേയിലത്തോട്ടമാണ്. ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത് ബോച്ചെ 1000 ഏക്കറിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. ഉണ്ട്
ഇതാ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ആളുകൾ താമസിക്കുന്ന പ്രദേശം കേട്ടോ. ഇവിടെ ഇതിനോട് തൊട്ട് ചേർന്നാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ഇതാ ഇവിടെയൊക്കെ നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഇതുണ്ടോ, ഇവിടെയൊക്കെ ആളുകൾ താമസിക്കുന്ന പാടികളാണ്. ഇവരുടെയൊക്കെ വീടിൻ്റെ മുൻവശത്തോടെ കേട്ടോ ആന വന്നത്. ഇതിലേ അല്ലേ ഏട്ടാ വന്നേ? ഇതിലേക്ക് വന്നിട്ടല്ലേ? ഇതങ്ങനെ അതിലാണ് വന്നിക്കണേ. ഓ അതിലേ അങ്ങനെ ഇറങ്ങിയില്ലേ? അതിലെ അങ്ങനെ ഇറങ്ങി ആ വായൊക്കെ കഴിച്ച് ഇങ്ങനെ വന്ന് ഇവിടെ ഒരു ഇറങ്ങിയ പാടാ നിരങ്ങി ഇറങ്ങിയിട്ട് അപ്പം ചക്കൊക്കെ ഇട്ട് വായൊക്കെ തിന്ന് പിന്നെ ഇതാ ഇതിലെ ഇങ്ങനെ കയറി ഇതാ ഇതിലെ അങ്ങനെ കയറി ഇപ്പം ഇങ്ങോട്ട് വന്നതാ ചവിട്ടടി ഇതാകുന്നു. അത് മൊത്തം ചവിട്ടിയല്ലേ? ഇതാണ് ചവിട്ടടി. വലിയ ആനയാന്ന് തോന്നുന്നല്ലേ? വലിയ ആനയാണ്. എന്നിട്ട് അത് പൊട്ടിച്ച് തിന്ന് അത് തിന്നപ്പോ വാഴ പൊട്ടിച്ച് തിന്ന് ഇവിടെ ഒരു ഏറത്ത് തകരം ഉണ്ടായിരുന്നു. തകരം സൈഡിലിതാ ഈ വീണ് കിടക്കുന്ന തകരം. അപ്പൊ ആ വാഴ വീണപ്പോ തകരം വീണ സൗണ്ട് കേട്ടപ്പോ മൂപ്പര് അത് പിടിക്കുകയാണ്. അത് പിടിക്കണ ആ സൗണ്ട് കേട്ടപ്പോ മൂപ്പര് ഇതിലെ തന്നെ അങ്ങ് കയറി. സൗണ്ട് കേട്ടപ്പോ ഞങ്ങൾ അറിഞ്ഞിക്കണേ. ഭാര്യയും കുട്ടിയും ഞങ്ങൾ അകത്ത് കയറിയിരുന്ന് ഞാൻ ഈ ബാതിന്റെ ഉള്ളിൽ കൂടെ നോക്കുമ്പോ ബാക്ക് വശം ഇങ്ങോട്ടാക്കിയിരുന്നു. ബാക്ക് വശം ഇങ്ങോട്ടാക്കിയിട്ട് നിന്ന് തിന്നാണ്. നിങ്ങൾ തുറന്നറിഞ്ഞില്ല? നിങ്ങൾ ഞാൻ ലൈറ്റ് ഒന്നും ഇട്ടില്ല, മുണ്ടാണ്ട് നിന്ന്. അപ്പൊ ഈ തകരം വീണതിന് ശേഷമാണ് മൂപ്പര് ഇവിടുന്ന് പോയതല്ലേ? അതുവരെ ഇവിടെ തന്നെ നിന്നത്. അതുമൊക്കെ പുള്ളി ചെടിയാ, നല്ല ചാരി നിന്ന് ചളിയ കറണ്ട് സർവീസ് ഇങ്ങനെ പോയ വന്നതാ. ഇതിലായിട്ടോ വന്നേക്കുന്നത്. ഇവിടെയൊക്കെ ചവിട്ടി ഇട്ടിരിക്കുന്ന പാടുകളൊക്കെ കാണാം. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ വാഴകൾ കളഞ്ഞിട്ടുണ്ട്. ഈ വാഴയൊക്കെ കളഞ്ഞ് അപ്പുറേന്നാണ് ആ തോട് കടന്ന് ഇങ്ങോട്ട് വന്നതാണ്. അവിടെ തോടിൻ്റെ കുറുകെ ഒരു വാഴ കിടക്കുന്നത് കാണാം. ഇങ്ങനെ വന്ന് ഇവരുടെ ഈ വീടിൻ്റെ മുൻവശത്ത് വന്ന് നിൽക്കുന്ന സമയത്താണ് ഇവർ അറിയുന്ന സംഭവം. അതായത് ഈ ഒരു ഷീറ്റ് ഉരുട്ടി ഇട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ സൗണ്ട് കേട്ടപ്പോഴാണ് ഇത് ഇവിടെ മുകളിലിരുന്ന സാധനമാണ്. അത് ഇതിൻ്റെ ആനയുടെ മുതുക് കൊണ്ട് വീണതാണ് കേട്ടോ. അതിനുശേഷം പിന്നെ അങ്ങോട്ടാ പോയേ? ഞങ്ങൾ ഈ ഹോൾസ് കൂടെ നോക്കിയിരുന്നു. ഈ വീടിൻ്റെ ഈ ചെറിയ ബാതിൻ്റെ ക്യാപ്പ് കൂടെ നോക്കുമ്പോഴാണ് സാധനത്തിനെ കാണുന്നത്. പിന്നെ ടോർച്ച് എടുത്ത് നോക്കുമ്പോൾ ഇതിലെ അങ്ങനെ കയറി അങ്ങോട്ട് പോയിട്ട് അപ്പൊ ഞങ്ങൾ അവിടേക്ക് വിളിച്ചു പറഞ്ഞു പുറത്തിറങ്ങേണ്ട ആന പാടികൾക്കൊക്കെ വിളിച്ചു പറഞ്ഞു. അപ്പൊ അവര് മേലത്തെ പാടിക്കാരെ ഇറങ്ങി ടോർച്ച് അടിച്ചപ്പോ റോട്ടുമ്പോ നിൽക്കുകയാണ്. റോട്ടുമ്പോ 4 ആക്കിന്റെ സാധനമാണ്. റോട്ടുമ്പോ ഉണ്ട് ഒറ്റയാന. എന്നിട്ട് മേലോട്ട് കയറി. അത് നമ്മൾ കണ്ടിട്ടില്ല. ഇത് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. പിന്നെ ഇതിലെ തന്നെ കൂളായിട്ട് ഒരു കുഴപ്പമില്ല. കൂളായിട്ട് പോയി അവിടെ പോയിട്ട് വിളിച്ചോ? ഫോറസ്റ്റുകാരനെ ഞങ്ങൾ വിളിച്ചില്ല. വെറുതെ എന്തിനാ ശല്യപ്പെടുത്തുന്നു? അത് അതിന്റെ പാട്ടിൽ അങ്ങനെ പോവുകയാണെങ്കിൽ പിന്നെ അത് ഫോറസ്റ്റുകാരൊക്കെ വിളിച്ച് പടക്കമൊക്കെ പൊട്ടിക്കുമ്പോൾ തിരിഞ്ഞാകെ അലമ്പായി എല്ലാവരും പ്രശ്നങ്ങളും കൂളായിട്ട് അങ്ങ് പോയി. ഒരു കുഴപ്പമില്ല. ആ തകരം വീണപ്പോൾ കൂളായിട്ട് പോയി. ഇതിന് മുന്നേ ഇങ്ങനെ വന്നു. ഇതിന് മുന്നേ ഞാൻ ഇവിടെ ഉണ്ടായില്ല. വിദേശത്തുനിന്ന് ഇവര് പറയലുണ്ട് ഇവിടെ വരുന്നുണ്ട് 3 4 എന്നൊക്കെ. പറയും രാത്രി ആന വന്നിട്ടുണ്ട് 2 3 ഒക്കെ വരലുണ്ട്. ഒരു വൈകിട്ട് ഒരു 6 മണി കഴിഞ്ഞാൽ പിന്നെ പേടി തന്നെ. 6 മണി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ. ഇവിടെ അടുത്ത് എവിടെയാണ് ഫോറസ്റ്റ് ഉള്ളത്? ഇതിന്റെ മേലെ ഫുൾ ഏലക്കാടാണ്. അത് കാട് എസ്റ്റേറ്റ് മേഖലയാണ്. അതിന്റെ ഉള്ളിൽ തന്നെയാണ് ഫുൾ ടൈം. ഏലക്കാട്ടിൽ തന്നെയാണ് പണിക്കാരൊക്കെ. അപ്പൊ ഈ പണിക്കാരൊക്കെ പോകുമ്പോൾ അവരൊക്കെ ആണുങ്ങൾ പോകും ഫസ്റ്റ്. പിന്നെ പടക്കമൊക്കെ പൊട്ടിച്ച് പിന്നെ പെണ്ണുങ്ങൾ കയറി അങ്ങനെയൊക്കെ എന്നാ പറഞ്ഞത്. റിസ്ക്കാല്ലേ? റിസ്ക്കാണ്. നിങ്ങളെ പേരെന്തായിരുന്നു? എൻ്റെ പേര് ഷാനവാസ്. നിങ്ങൾ വിദേശത്തായിരുന്നല്ലേ? അതായത് വിദേശത്ത് നിന്ന് വന്നപ്പോൾ തന്നെ കണ്ട ഒരു കാഴ്ച ആന ഇതിലെ കൂളായിട്ട് പോയി. ഇവിടെ ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നു. ഇവിടെ ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നു. തട്ടിയിട്ടില്ല. കൂളായിട്ട് പോയി. ആ ചക്ക പറിച്ചു. ചക്ക ഇറങ്ങി ഇറങ്ങി അതില് ചക്കൊക്കെ പറിച്ച് ആ റോട്ടിന് തന്നെ പോയത് മേലത്ത് വീട്ടുകാർ പറഞ്ഞു. നമുക്ക് പിന്നെ കാണുന്നില്ല. അപ്പൊ മേലിന്ന് വീട്ടുകാർ എന്താക്കി ടോർച്ച് അടിച്ചപ്പോ ഇവിടെ നിന്ന് ചക്ക തിന്നിട്ട് മേലോട്ട് പോയി. ഞങ്ങൾ ഇവിടത്തൊക്കെ മെസ്സേജ് കൊടുത്തു, ആരും പുറത്തിറങ്ങരുത് എന്നുള്ള. കണ്ടായിരുന്നോ ആന ഇറങ്ങിയതൊക്കെ? ഇതിന്റെ മുമ്പിൽ കൂടെ പോയി അറിഞ്ഞായിരുന്നോ? വീടിന്റെ മുമ്പിൽ കൂടെ രാവിലെ ആയിരിക്കും അറിഞ്ഞല്ലേ? ഇവിടെ ഇങ്ങനെ സ്ഥിരം വരാറുണ്ടോ? പാടിയുണ്ട് അവിടെ സ്ഥിരമായിട്ട് വരും. മുകളിലത്തെ പാടിയില്ലേ വരുന്നല്ലേ? ഏതായാലും ആ ചേച്ചി അറിഞ്ഞില്ല കേട്ടോ. രാത്രിക്ക് പലരും അറിയുന്നില്ല. ചിലരറിയും, ചിലരെ അറിയത്തില്ല. ഏതായാലും പട്ടികൾ 2 കൊര വരച്ചു. 2 കൊര വരച്ചു. പിന്നെ കുറച്ചില്ല. പിന്നെ മുണ്ടിയിട്ടില്ല. നല്ല ധൈര്യമുള്ള ടീമാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. കൂടിൻ്റെ അകത്തല്ല ഒരു തൊഴിൽ ഒഴിച്ചു കഴിഞ്ഞാൽ അല്ലേ? പിന്നെ അന്ന് എത്തുമ്പോൾ വരിക്ക് ചക്ക ഉണ്ടായിരുന്നു.
അയിമ ചക്ക അതുമ്മ ചക്ക അതൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നല്ലേ? ഒക്കെ പൊട്ടിച്ചിട്ട് തിന്ന് അടിച്ചു പോയി. ഫുള്ള് കണ്ടോ ചവിട്ട് പാടല്ലേ? ആ ഒരിലങ്ങോട്ട് കയറിയിട്ട് ഇവിടെ നിന്നിട്ടൊക്കെ പിടിച്ചിരിക്കുന്നു. ഈ റോഡ് ഇങ്ങനെ മുകളിലേക്കും പാടികളുണ്ടെന്ന് പറഞ്ഞ് അവിടെ സ്ഥിരമായിട്ട് ഇറങ്ങുന്ന പ്രദേശമുണ്ട്. പക്ഷെ നമ്മൾ ഇന്ന് വരെ പോയത് അതാണ് ഇതിലെ അങ്ങനെ പോയതല്ലേ? അങ്ങോട്ടേക്ക് പോയി നേരെ മേലോട്ട് പോയി. തീരുമാനം ഇതിൽ വഴി കൂടെയാണ് ആന പോയത്. ഇതിൻ്റെ തൊട്ട് മുകളിലും ഇതേപോലെ ഒരു പാടിയുണ്ട്. നമ്മൾ ആ ഒരു പാടിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വരുന്ന വഴി നമുക്കറിയാം. അതെ അതെ. ഇപ്പം അതറിയില്ല. അതുണ്ടോ ഇപ്പം പല വഴി കൂടെ വരുന്നല്ലേ? ഇതിനെ ഇറങ്ങിയാലേ ഇതിറങ്ങിയതാ. ഇതിപ്പോൾ ഇറങ്ങിയതാ? ഇത്രയും വലിയ തിണ്ടൊന്നും ഇതിന് പ്രശ്നമില്ലല്ലേ? പ്രശ്നമല്ല. ഇതിൻ്റെ ഇടയ്ക്ക് ഇറങ്ങിയ സ്ഥലമാണ് ഈ ബ്ലാവുമൊക്കെ വരുന്നത്. ഒന്നും ചക്കയൊന്നും ബാക്കിയില്ലല്ലോ അല്ലേ? ഒക്കെ കഴിഞ്ഞു. ഇതാണ്ടോ ഇതൊക്കെ ആന ഇറങ്ങിയല്ലേ? ഇതൊരു വട്ടം ഇറങ്ങിയതാണ്. ഇതൊക്കെ ഇറങ്ങി കേട്ടതോ. ഇറങ്ങി ചവിട്ടി ഇറങ്ങി പാടാം. മണ്ണിടിച്ചങ്ങ് ഇറങ്ങും അല്ലേ? JCB ഇറങ്ങുന്ന പോലെ അല്ലേ? ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് ബോച്ചെ 1000 ഏക്കർ ഇതാ റിസോർട്ടൊക്കെ ഉള്ളത്. ഇതിലെ അല്ല വരുന്ന അതാ. അതെ അതെ അതെ. ഇവിടെ തന്നെ കാണാൻ കേട്ടോ. അതാണ് മൊത്തം വാഴയൊക്കെ പറിച്ചിട്ടുണ്ട്. ഇങ്ങനെ നമ്മളെ വീട്ടില് അടുത്ത മുൻപത്തില്ലേ ബാക്കി നമ്മളെ ഡോർമ ആന വാങ്ങില്ല. ഇയാളെ പിടിച്ചാലേ? ചേട്ടൻ്റെ പേരെങ്ങനെയാ? എൻ്റെ പേര് വിനോദ്. ഇവിടെ ഈ പാടിയുടെ അടുത്തൊക്കെ ഇങ്ങനെ വരുന്നുണ്ടല്ലേ? സ്ഥിരം എന്നും 7 മണി എന്നാണ് അതിൻ്റെ എഴുതാകുമ്പോഴത്തേക്കിന് ഫുള്ള് ആനയാണ്. ആണല്ലേ? ഫുള്ള് ആന എന്ന് പറഞ്ഞാൽ എന്താ പറയുക, അങ്ങനെയൊന്നുമല്ല, തുരുതുര. വെച്ചാൽ 6, 7 ചിലപ്പോൾ ഒറ്റയ്ക്ക്. ആണല്ലേ? അങ്ങനെയാണ് ഈ സംഭവങ്ങൾ ഫുള്ള് വരുന്നത്. അതാണ്ടോ ഫുള്ള് അവിടുന്ന് അങ്ങോട്ട് കയറിയിട്ട് ഇതിലേ ഇങ്ങനെ വരും. ഈ വഴി തന്നെ വരുന്നത്? സ്ഥിരമായിട്ട് എപ്പോഴും ഇതിൽ തന്നെ വരുന്നത്. ഇത് കണ്ടില്ല ഇങ്ങനതായിട്ട്. ഞാൻ അപ്പം അവിടത്തേക്ക് കൊണ്ടുവന്നതാണ്. ആന പിണ്ടതാ ഇന്നലെ വന്നതാണത്. അത് കഴിഞ്ഞിട്ട് ആ മരത്തിനെ കാണാം. ആ മരത്തിൻ്റെ മുകളിൽ ഫുള്ള് വന്ന് ചവിട്ടും കാണാം. ഇതായിട്ട് ഇത് കണ്ട ഫുള്ള് ഒടിച്ച് ഫുള്ള് നശിപ്പിച്ച് എപ്പോൾ 24 മണിക്കൂറും ഇത് കുത്തനെ ആന പോയതാ. ഇതിലേ ഇറങ്ങൂലേ? അതെ അതെ. താഴേക്ക് ചവിട്ട്. നേരത്തെ പൊളിഞ്ഞു കിടക്കുന്നല്ലേ? ഇതിലെ അങ്ങ് ഇറങ്ങിയിട്ട് അങ്ങോട്ട് ഇറങ്ങി അവിടെ ലൈറ്റ് ഇട്ടോണ്ടാണ് അങ്ങോട്ട് കയറുന്നത്. ഇതാണ്ട് ഇതിന് മുകളിൽ പിടിച്ചാണ്ടോ? ഇത് ഇന്നലെ പിടിച്ചാ? ഈ തൂങ്ങി കിടക്കുന്നല്ലേ? ഇത് ഇന്നലെ പിടിച്ചാ ഇതൊക്കെ. ഞങ്ങൾക്ക് രാത്രി ഒരു 6 മണി കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ ഒരു ഇതില്ല. എന്താ പറയുക, അത്രയും ഇത്രയും ഇതായിട്ടുള്ള രാവിലെ 7 മണിയാകുമ്പോൾ മദ്രസ വരെ എത്തിക്കാൻ ഞങ്ങൾക്ക് ഒരു രക്ഷയില്ല. വലിയ ബുദ്ധിമുട്ടല്ലേ? ഭയങ്കര ബുദ്ധിമുട്ട് പറഞ്ഞാൽ പണിക്ക് പോകുമ്പോൾ ഈ പണിക്കാരെ കാത്തിക്കണം. എന്തിന്? ബാപ്പു പണിക്ക് പോകുമ്പോൾ അവരെ കൂടെ ഉണ്ടാക്കി കൊടുക്കണം. ഒറ്റയ്ക്ക് മക്കൾക്ക് പോകാൻ കഴിയും. പിന്നെ ചോലായിക്കളി പണ്ടമാനം കാട്ടുപട്ടിയോ അല്ലേ? അതായത് ഒരാൾക്ക് ഇപ്പൊ ജോലി കഴിഞ്ഞിട്ട് ഇതിൽ വരാൻ പേടിയാ. എന്താ വെച്ചാൽ ചോലായിക്കൾ വട്ടിടുവോ എന്നുള്ളൊരു പേടി. അപ്പൊ ആൾക്കാരുടെ നേരെ തിരിയുന്നുണ്ട്, ഇടയ്ക്ക് തിരിഞ്ഞു. എത്രയോ ആൾക്കാർ എന്താ വെച്ചാൽ ഈ ജോലിക്കാർ പോകുമ്പോ എത്രയോ ജോലിക്കാർ പോകുമ്പോ ഇവര് ഒരു എന്താ പറയാ 2, 3, 4 ഈറ്റള ഇവരെ കൂടും ആക്രമിക്കാൻ എവിടെ കിട്ടുമെന്നുള്ള കൂട്ടായിട്ട് ആക്രമിക്കുന്ന അവരങ്ങനെയാണല്ലോ അതിന്റെ ഒരു ഇത്. കൂട്ടമായിട്ട് ആക്രമിക്കാനുള്ള ഒരു ഇതില് വരാൻ നോക്കും. അപ്പോൾ കുറേ ആൾക്കാർ ഒന്നിച്ച് വരും. പിന്നെ അപ്പുറത്ത് കൂടെ ഇപ്പുറത്ത് കൂടെ ഒക്കെ വരും. ഇതിൽ കൂടെ കയറുമ്പോൾ ഇതിലേക്ക് വരും. അപ്പോൾ ഇത് ഒറ്റയ്ക്കാണല്ലോ നിൽക്കുക. അപ്പോൾ അങ്ങനെ പെട്ടെന്നുള്ള ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അക്രമം എങ്ങനെയാണ് അവരെ ആക്രമിക്കാൻ പറ്റുക എന്നുള്ള ആ രീതിയിൽ ഇങ്ങനെ നോക്കും. മെയിൻ റോഡിൽ നിന്ന് എന്തായാലും ഒരു 3-4 കിലോമീറ്റർ ഇങ്ങോട്ട്. ഇത് മേപ്പാടിയിൽ നിന്ന് 4 കിലോമീറ്റർ ഓടും. കറക്റ്റ് 5 കിലോമീറ്റർ. 5.2 ഈ ഇവിടെ കിട്ടോ. ഇവിടേക്ക് എത്തുക 5.2 കിലോമീറ്റർ. സ്കൂൾ കുട്ടികളെല്ലാം ബസ് ഇറങ്ങി അവിടുന്ന് 5:30 മണി ലാസ്റ്റ് ബസ് +2 +1 ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്ക് ആ റോട്ടിൽ നടന്നു വരണം. വരുമ്പോഴേക്ക് നമ്മൾ കുറച്ച് നേരം വരുമ്പോൾ നമ്മളാ ബേച്ചാറാം. നടന്നു പോയിട്ട് എന്താക്കണം ഭയങ്കര പ്രശ്നം. പിന്നെ നിങ്ങൾ
നമ്മളൊന്നില്ലേ ബൈക്ക് എടുത്ത് പോകും, ബൈക്ക് എടുത്ത് പോകും. പിന്നെ നമ്മൾ ബൈക്ക് എടുത്ത് പോകും, അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും വണ്ടി വേറെ എടുത്ത് പോകും. നടന്നു വരാൻ പറ്റിയല്ലേ? കാണുന്ന എല്ലാരും കയറ്റി വരും. നമുക്ക് ഈ കാര്യം അറിയുന്ന ആൾക്കാരൊക്കെ ആയിട്ട്. പിന്നെ അല്ലെങ്കിൽ തുരുതരണ്ടോ ഓരോ ആൾക്കാർ വേണ്ട. ഈ ഏറ്റവും വലിയ പാടെന്താ വെച്ചാൽ ഈ മദ്രസ പോകുന്ന കുട്ടികളാണ്. അവർ 6 മണിക്ക് ഒരു വിടും. 9 മണി മദ്രസ വിട്ടാൽ ചായം കുടിച്ച് സ്കൂൾക്ക് 9:30 ജീപ്പും വണ്ടിയൊക്കെ വന്ന് കയറി പോകുന്ന മക്കളാണ്. രാവിലെ പോകണ ഭയങ്കര റിസ്ക് ആണ്. ഈ രാവിലത്തേക്കെന്ന് വെച്ചാൽ ഇന്ന് വരെ തന്നെ 7 മണിക്കേറ്റ ഇവിടെ ഉണ്ട് സാധനം. ഈ കുന്നത്ത് പണിക്കാർ പോകുമ്പോൾ ഇതിങ്ങനെ ഈ റോഡ് ഇങ്ങനെ നേരെ മുകളിലേക്ക് അങ്ങോട്ട് പോകുന്നത്? ഇല്ല, ഇത് ഇവിടെ തന്നെ ഉള്ളൂ. ഏലക്കാടാണ്. ഏലക്കാട്ട് പോകുന്ന റോഡാണ്. ഒറിജിനൽ ഫോറസ്റ്റ് ഉണ്ടോ അതിന്റെ മുകളിൽ? മുകളിൽ ഏറ്റവും ടോപ്പിലും ഫോറസ്റ്റ്. അല്ല, ഇത് വെച്ചാൽ ഫോറസ്റ്റ് എന്ന് പറയുന്ന ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇവിടുന്ന് വെച്ചാൽ ഒരു 3-4 കിലോമീറ്റർ ഉള്ളിൽ കയറണം ഫോറസ്റ്റിന്. ഇവര് ബോച്ചേന്റെ 1000 ഏക്കറേ. 1000 ഏക്കർ അല്ലേ? ആ കാണുന്നതായിരിക്കും ബോച്ച 1000 ഏക്കർ. ഇല്ല, ഇത് മൊത്തം ഇങ്ങനെ ഇതായിട്ട് ഗാഡകവും ടീ എസ്റ്റേറ്റും ആയിട്ട് ഇങ്ങനെ 1000 ഏക്കർ ഷാപ്പൊക്കെ അവിടെ ആയിരിക്കും. ഇതാ കള്ള് ഷാപ്പ് ഇതാ കണ്ടില്ല, അതാ കാണുന്നത്. നല്ല വോയിസ് കിട്ടും ആണല്ലേ? വണ്ടിക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഫുള്ള് ഉള്ള ഇത് കിട്ടും. ഏരിയ ഞങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും. അതാണ് കാണുന്നത്. കാറ് പോകുന്നില്ലേ? ആ കാറ് പോകുന്നതാണ് ബോച്ചേൻ്റെ കള്ള് ഷാപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഏത് കാറ്? അവിടെ കള്ള് ഷാപ്പ് അല്ലേ? ആ, ബോച്ചേൻ്റെ കള്ള് ഷാപ്പും ആയിട്ട് ഇതായിട്ട് പാനീയം. ബോച്ചപ്പാനി അല്ലേ? ബോച്ചപ്പാനീയം. ആ, ബോച്ചപ്പാനി തന്നെയാ, വേറെ എന്തല്ല. നമ്മളിവിടെ വരുമ്പോൾ കാണുന്ന കാഴ്ച വളരെ വ്യത്യസ്തമാണ്. ആ, അതായിട്ട് ഇന്നത്തെ അക്രമമാണ്. അതാ അവിടെ കണ്ടോ വാഴ കളഞ്ഞാ? ആ, അതൊക്കെ ആണ് കളഞ്ഞ അക്രമമാണ്. ഓഹോ, ഇവിടെ നോക്കിയാൽ കാണാട്ടോ, ഈ വാഴ കംപ്ലീറ്റ് ആണ് കളഞ്ഞ. ആ, ഇന്നത്തെ അക്രമമാണ്. ഒരു ഗ്രാമ കയ്യെത്തിനോട്ട് ചക്കല്ല ആണല്ലേ? കംപ്ലീറ്റ് ഓരോ കയ്യെത്തും. അത് അവിടെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മൂന്നാമല്ലേ വെച്ചാല് പിന്നെ ഫോറസ്റ്റ് അതാ കാണുന്നില്ലേ? ആ മോളി കാണുന്നല്ലേ? അതാ പൊങ്ങി കിടക്കുന്ന കാണുന്ന ഒക്കെ ഫോറസ്റ്റാ. സൂചിപ്പാറയുടെ ഇപ്പുറ സൈഡ്? അല്ലല്ല, സൂചിപ്പാറ അങ്ങ് പോകുന്നത്. അങ്ങോട്ട് പോകണം അല്ലേ? ആ, ഇത് പോച്ച ഇതായിട്ട് ഇങ്ങനെ പോകും, അങ്ങനെ കയറിയിട്ട്. ഇത് ഏതാ ശരിക്കും? ഇത് ചെമ്പ്രയുടെ സൈഡാ? ഇത് ചെമ്പ്രയിലല്ല, ചെമ്പ്ര എലമ്പലേരി. നമ്മളെ കുട്ടിയൊക്കെ ഒരു പെണ്ണുങ്ങളൊക്കെ മരിച്ചില്ലേ, ഒരു പിന്നെ ഡോക്ടറൊക്കെ ആയിട്ട്. കുഞ്ഞാറാമൂലിയൊരു ഒരാൾ മരിച്ചിരുന്നില്ല മേലെ ഏലക്കാട് ഇതിൻ്റെ ഇടക്ക്. അല്ല, ഇത് ഒരു പെണ്ണ് മരിച്ചില്ല, ഡോക്ടർ എലമ്പലേരി ആന ചവിട്ടിയിട്ട്. റിസോർട്ട് അതാ അതിന്റെ സൈഡാണ്. അതിന്റെ ഇതാ ഈ മലേന്റെ തൊട്ട് താഴെയാണ് ഈ മലല്ലേ, അതിന്റെ തൊട്ട് താഴെ റിസോർട്ടുകൾ ഉണ്ടല്ലേ? ആ, റിസോർട്ട് ഉണ്ട്. അതിപ്പോ പൊട്ടി എന്തേ? രാവിലെ 6 മണിക്ക്. അതെ, ഇവിടെ 6 മണിക്ക് ആന. എല്ലാ ദിവസവും ഈ ഭാഗത്തൊക്കെ ആനയുണ്ട് കേട്ടോ. ആ, ഫുള്ള് ആന. വേറെ ആനയാണ് ഇപ്പൊ നമുക്ക് എല്ലാ ഏറ്റവും വേറെ ഇതില്ല. ആന ഭയങ്കര ചെന്നായി കാട്ടുനായി. ആ, ഇതാണ്. പിന്നെ നമ്മൾ ബാക്കിയുള്ളതൊന്നുമില്ല ഇവിടെ. എന്താ ചൊറിഞ്ഞ ഇതായിട്ട് കുറഞ്ഞതുള്ളൂ. ആ വണ്ടി പോകുന്നത് എങ്ങോട്ടാ? അത് റിസോർട്ട്. ഓക്കെ, ബംഗ്ലാവിലേക്ക് അല്ലേ? അതാണ് പോച്ചേൻ്റെ ബംഗ്ലാവ്. മറ്റേ ബലൂണ് മറ്റേ ഇതൊക്കെ ഉള്ള അല്ലേ? ഇതിന്റെ മുകളിലൊന്നും ഫെൻസിങ് അങ്ങനത്തെ ഫെൻസിങ് ഒരു കാര്യം ഒന്നുമില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഫോറസ്റ്റും ഇതുമായിട്ട് ഒരു ബന്ധപ്പെട്ട് കിടക്കുന്നത് മാത്രമേ ഉള്ളൂ. നമുക്ക് ഫെൻസിങ് കാര്യങ്ങൾ അങ്ങനത്തെ ഇതൊന്നുമില്ല. ഓരോരോ വ്യക്തികളുടെ പ്രോപ്പർട്ടിയുമായിട്ടും ഫോറസ്റ്റുമായിട്ട് വേർതിരിച്ച് ഇട്ടില്ല. ഇല്ല, എല്ലാം എന്താ വെച്ചാൽ ഫോറസ്റ്റ് ആണോ വെച്ചാൽ ഫോറസ്റ്റ് ആണ്. വ്യക്തിയുടെ സ്ഥലമാണോ വെച്ചാൽ വ്യക്തിക്കൊക്കെ അറിയുള്ളൂ. എന്നുവെച്ചാൽ അതിൻ്റെ കാര്യങ്ങൾ എന്നുവെച്ചാൽ ഏക്കറുണ്ട്, പ്രോപ്പർട്ടി ഉണ്ട്. എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മുതലാളിമാർ ഇന്ന് കണ്ടിട്ടില്ല. അതിൽ തൊഴിലാളികളാണ് ഇതിൽ ഒക്കെ ജോലി ചെയ്യുന്നത്. അവിടെ ഇവിടെയൊക്കെ അതിൽ ഓരോ തൊഴിലാളികൾക്ക് അൾട്ടിമേറ്റ്ലി ഇതുകൊണ്ട് ബുദ്ധിമുട്ട് വരുന്നത്. അതെ. ഈ മുതലാളിക്ക് അറിയില്ല. മുതലാളി എന്ന് വെച്ചാൽ എനിക്കുണ്ട്, ഇപ്പൊ ബോച്ച പറയുന്നില്ല, 1000 ഏക്കർ ഉണ്ട്. അത് പ്രോപ്പർട്ടി എവിടേക്ക് എന്താണെന്നുള്ള കാര്യങ്ങൾ നോക്കാൻ ബോച്ചയ്ക്ക് വരെ അറിയില്ല. അത് വെച്ചാൽ തൊഴിലാളിക്ക് അറിയുള്ളൂ ഈ പ്രോപ്പർട്ടീന്റെ എങ്ങനെയാണ്, ഏതാ സ്ഥലം എവിടെയാണെന്നുള്ളത്. നമ്മൾ ഏതായാലും മേപ്പാടി ചുളിക്ക ബോച്ച 1000 ഏക്കർ എന്ന് പറയുന്ന പ്രദേശത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. നമ്മൾ ഈ പ്രദേശത്തുള്ള ആളുകൾ സംസാരിക്കുന്നത് കേട്ടോ. അവരുടെ പാടിയുടെ തൊട്ട് മുമ്പിൽ കൂടെയും
അതുപോലെ തന്നെ ഈ പ്രദേശത്തൊക്കെ കാട്ടാന നിരന്തരമായിട്ട് ഇപ്പോൾ ഇറങ്ങുകയാണെന്നാണ് പറഞ്ഞത്. ഇവർ വൈകിട്ടൊക്കെ ജോലി കഴിഞ്ഞ് വരുന്നവരൊക്കെ വലിയ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കാട്ടാനെ ഓടിക്കുന്ന എലഫൻറ്റ് ഡ്രൈവൊക്കെ നമ്മൾ കണ്ടതാണ്. ഭീകരമായ 3 കാട്ടാനകൾ ഈ ഒരു തേയിലത്തോട്ടത്തിൽ കൂടെയൊക്കെ ഇങ്ങനെ വിലസി നടക്കുകയാണ്. അപ്പോൾ ആളുകൾ ആണ് അൾട്ടിമേറ്റ്ലി ഇവിടുത്തെ ജോലി ചെയ്യുന്ന ആളുകളും അതുപോലെ തന്നെ ഇവിടുത്തെ താമസക്കാരുമാണ് ഇതുകൊണ്ട് ബുദ്ധിമുട്ടുന്നത്. ഇവിടെ തൊട്ടടുത്ത് ഒത്തിരി റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടൊക്കെയാണ് ഈ കാട്ടാനകൾ ഇങ്ങനെ കാട്ടി നിൽക്കാതെ പുറത്തേക്ക് ഇറങ്ങുന്നതെന്ന് ഒത്തിരി ആളുകൾ പറയുന്നുണ്ട്. പക്ഷേ ആയിരിക്കാം. ഏതായാലും കാട്ടാന ശല്യം മേപ്പാടി പ്രദേശത്ത് ഇപ്പോൾ വളരെയധികം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. നിരന്തരമായിട്ട് ദിവസം എന്ന് പറയുന്ന പോലെ നമ്മൾ ഓരോ വാർത്തകൾ ഇപ്പോൾ കാണിക്കുന്നുണ്ട്. ഏതായാലും ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിൽ നമുക്ക് കാണിക്കാനുള്ളത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.